10 years ഒക്കെ റിലേഷൻഷിപ്പിലായിട്ട് ബ്രേക്കപ്പ് ആവുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? അപ്പൊ നമ്മൾ ചിന്തിക്കാറില്ലേ എന്താണ് അവർ അത്രയും ഇന്റിമസി ആയിരുന്നല്ലോ, പിന്നെ എന്താണ് ബ്രേക്കപ്പ് ആയത്? അതായത് ആ ഒരു പാർട്ട്ണർ നിങ്ങളുടെ സോൾമേറ്റ് ആയിരിക്കില്ല, മറിച്ച് അത് കാർമിക് പാർട്ട്ണർ ആയിരിക്കും. കാർമിക് പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ അവരില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല, അവരാണ് നമ്മുടെ ലോകം എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. അറ്റ് ദ എൻഡ് അവര് നമ്മൾക്ക് നല്ലൊരു ലെസൺ തന്നിട്ട് നമ്മളുടെ ലൈഫിൽ നിന്നും അവർ പോകും. അപ്പോൾ ഈ ഒരു ലെസൺ ശരിക്കും നിങ്ങളുടെ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുന്നു. നിങ്ങൾ എന്ന ഒരു വ്യക്തിയെ ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ലെസൺ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതേസമയം സോൾമേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു മ്യൂച്വൽ റെസ്പെക്ട് ഉണ്ടാവും. അവർ നമ്മുടെ ഗ്രോത്ത് ആഗ്രഹിക്കും, അവര് നമ്മളെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഈ കാർമിക് പാർട്ട്ണറിന്റെ അടുത്ത് നമ്മൾ ദേഷ്യം കൊണ്ട് നടക്കുന്നതിന് പകരം എപ്പോഴും അവരോട് ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക. ബിക്കോസ് നിങ്ങളുടെ ഈ ഒരു ട്രാൻസ്ഫോർമേഷന് കാരണം അവരാണ്.